കെ ശശി പറഞ്ഞത് കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാൽ പക്ഷേ പഴയ ബിലാൽ തന്നെയാണെന്നാണ്. പക്ഷേ ഇന്നലെ DYFI അതിന് മറുപടി പറഞ്ഞ് ഏത് ബിലാലാണെങ്കിലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാട് അല്ലെന്നാണ്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായി അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കുന്നതല്ലേ? DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം CPM പറയുന്നത് പോലെ ആക്ട് ചെയ്യുന്ന പ്രസ്ഥാനമല്ല. DYFIക്ക് DYFIയുടേതായിട്ടുള്ള സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള ശേഷിയുള്ള യുവജന പ്രസ്ഥാനമാണ്. CPMൻ്റെ യാതൊരു സഹായവും DYFIക്ക് വേണ്ട. അവർ സ്വതന്ത്രമായി ചിലപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടാവും. അതിനൊന്നും CPM അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ പാർട്ടി മെമ്പറാണ് PK ശശി. ഇപ്പോഴും അദ്ദേഹം ഈ പാർട്ടി പൊതുവായി സ്വീകരിക്കുന്ന ഒരു നിലപാടിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒരു UDF ഭരിക്കുന്ന നഗരസഭയിൽ അവരെ പുകഴ്ത്തുന്ന രീതിയിൽ ഈ CPM പറയുന്ന എല്ലാ അഴിമതി ആരോപണങ്ങളെയും തള്ളുന്ന രീതിയിൽ സംസാരിച്ചത് ശരിയാണ്? പാലക്കാട് ജില്ലയിൽ 42,222 പാർട്ടി അംഗങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ആ പാർട്ടി അംഗങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നതിനെല്ലാം മറുപടി പറയേണ്ട ഒരു കാര്യം പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനില്ല. 42,222 പാർട്ടി മെമ്പർമാർ പല രൂപത്തിൽ പല കാര്യങ്ങളിൽ ഇടപെടും. അതിൻ്റെ ശരിയും തെറ്റും ആ ഘടകം പരിശോധിക്കും. ഏത് ഘടകത്തിലാണോ ഓരോ വ്യക്തികളും പ്രവർത്തിക്കുന്നത് ആ ഘടകത്തിൻ്റെ പ്രവർത്തന അകത്ത് നിന്നുകൊണ്ടാണ് അത് പരിശോധിക്കുക. അതിനൊന്നും ജില്ലാ നേതൃത്വം മറുപടി പറയേണ്ട കാര്യമേ ഇല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ 1957 മുതൽ നിരവധി മുൻ MLAമാരുണ്ട്, മുൻ MP മാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്. അതുപോലെ നിരവധി ഘടകങ്ങളിൽ മുൻകാലങ്ങളിൽ ഉയർന്ന ഘടകങ്ങളിൽ പ്രവർത്തിച്ച് പരിചയസമ്പന്നരായ ആളുകളുണ്ട്. അതിനെല്ലാം മറുപടി പറയുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസിന് വേണ്ടിയിട്ടായിരിക്കും, വാർത്തയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. പറയട്ടെ, ഇബ്ബാലെ നീ എടുത്തു ചാടേണ്ട റിപ്പോർട്ടറുകാർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈ വിവാദം ഉണ്ടാക്കാൻ എന്താണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയെ ഒന്ന് കണ്ട് ഇതിനെ ഒന്ന് ചൂട് പിടിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അതിനൊന്നും നിന്ന് തരാനുള്ള ആളുകളല്ല CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും നേതൃത്വം. ഒരു ജില്ലാ നേതാവ് അദ്ദേഹം ഒരു തരംതാഴ്ത്തൽ നടപടി നേരിടുന്നു, പിന്നീട് ഒരു തിരിച്ചു വരവേണ്ടൊരു സമ്മർദ്ദബന്ധമായി ഞങ്ങളുടെ പാർട്ടിയിൽ ഈ നടപടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ തകർത്ത് കളയാനല്ല. നടപടി എപ്പോഴും തെറ്റ് തിരുത്തി പൂർവാധികം ശക്തിയോടുകൂടി പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നടപടി, സംഘടനാ നടപടിക്രമം മാത്രമാണ് ഇത്തരം വിവിധ ഘടകങ്ങളിൽ നിന്നുള്ള നടപടി. അതാണ് CPM കാണുന്നത്. ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു വ്യക്തിയെയും നടപടിയെടുത്ത് പൂർണ്ണമായും തകർത്ത ചരിത്രം ഈ പാർട്ടിക്കില്ല. അങ്ങനെ ഒരു പാരമ്പര്യം ഈ പാർട്ടിക്കില്ല. ഏതൊരു പാർട്ടി നേതാവിനെതിരായി നടപടിയെടുത്താലും ചെയ്ത തെറ്റിനുള്ള അതിൻ്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു നടപടി മാത്രമാണ്, ശിക്ഷ മാത്രമാണ്. അത് തിരുത്തി പൂർവാധികം ശക്തിയോടുകൂടി അതിൻ്റെയും മുകളിലുള്ള ഉപര കമ്മിറ്റിയിലേക്ക് വരാം. അതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത. നടപടി എടുത്തിട്ടും തിരുത്തുന്നില്ലെന്ന് കണ്ടാലോ? നടപടി എടുത്തിട്ടും തിരുത്തില്ല എന്ന് മലയാളം ചാനലല്ല വിലയിരുത്തേണ്ടത്, CPM ആണ് വിലയിരുത്തേണ്ടത്. മലയാളം ചാനൽ CPMൻ്റെ ആളുകളെ വിലയിരുത്തേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്കിത് പറയാം. അല്ലാതെ CPMൻ്റെ ഒരു പ്രവർത്തകൻ, CPMൻ്റെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച ഒരാൾ എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ചെയ്യണമെന്നുള്ളത് CPM ആണ് തീരുമാനിക്കുക, ചാനലുകാരേ അല്ല. ഈ പാർട്ടി ചെയർമാൻ കൂടിയാണ്, സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണല്ലോ. അതെ, അതിനിപ്പോൾ എന്താ പ്രശ്നം? ഞങ്ങളുടെ പാർട്ടിയിൽ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ ഇല്ലാത്തവർ പല ഔദ്യോഗിക പദവികളും വഹിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? MLAമാരായിട്ടില്ലേ? MLAമാരായിട്ടുണ്ട്. അതുപോലെ പല ഘട്ടങ്ങളിലും CPMൻ്റെ മെമ്പർമാരല്ലാത്തവരെ MP മാരാക്കിയിട്ടുണ്ട്, മന്ത്രിമാരാക്കിയിട്ടുണ്ട്. 1957 ആദ്യത്തെ EMSൻ്റെ മന്ത്രിസഭയിൽ VR കൃഷ്ണയ്യർ, ജോസഫ് മുണ്ടശ്ശേരി ഇവരെല്ലാം സ്വതന്ത്രന്മാരായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർക്കാർ സ്ഥാപനങ്ങളിലെ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ CPMൻ്റെ ഏതെങ്കിലും ഔദ്യോഗിക പദവി വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതെല്ലാം അതാത് ഘട്ടങ്ങളിൽ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. അതിനങ്ങനെ കണ്ടാൽ മതി.